പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേമന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു വചനഭാഗം എൻ്റെ പ്രിയപ്പെട്ടവർ കേൾക്കേണ്ടത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. 2 കൊരിന്ത്യർ 1 അധ്യായം 3 മുതൽ 7 വരെ. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്ന പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്ത് മനസ്സിലായി? ദൈവമക്കളെ, നാം എല്ലാവരും കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടവരാണ്. എങ്ങനെ ഇല്ലെങ്കിലോ ഇങ്ങനെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമ്മളത് സർവൈവ് ചെയ്യണം. അത് നമ്മെ ഷേപ്പ് ചെയ്യാനും ഇടയാകണം. വെല്ലുവിളിക്ക് നമ്മൾ കൊടുക്കേണ്ട ഉത്തരം അതാ. അഫ്ലിക്ഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളെ ഷേപ്പൻ ചെയ്യണം. അടിയിലെന്താണെന്നുള്ളത്, അകത്തെന്താണുള്ളതെന്ന് ഓരോ മനുഷ്യരിലുമുള്ളത് പുറത്തു വരുമ്പോൾ അത് ഏതിൽ കൂടിയാണെന്നറിയാമോ? പെയിനിൽ കൂടെ, വേദനയിൽ കൂടെ. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പെയിൻ എക്സ്പോസസ് വാട്ട് ലൈസ് അണ്ടർനീത്ത്. പെയിൻ വെളിവാക്കുന്നത് പാപം, അഹങ്കാരം, നമ്മുടെ ആശ്രയമില്ലായ്മ. ചിലപ്പം ചില കഷ്ടങ്ങൾ വരുന്നത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. ചില സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പിതാവ് ഉപയോഗിക്കുന്ന കറക്ഷൻസാണ്. ദൈവം ചിലപ്പോൾ നോ പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ചിലതിനൊക്കെ നോ പറയുന്നത് അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഒരു നല്ല പേരൻറ്റ് തൻ്റെ കുഞ്ഞിനെ എങ്ങനെ ശിക്ഷിക്കുന്നുവോ, ശിക്ഷണം നടത്തുന്നുവോ, അതുപോലെ നാം നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതല്ല, ദൈവം നമുക്ക് വേണ്ടി ചിലത് തിരഞ്ഞെടുത്ത് നമ്മെ ഷേപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് നെഗ്ലക്റ്റ്, ഇറ്റ് ഈസ് കെയർ. ഞാൻ പറയട്ടെ, അവൻ നമ്മുടെ പിതാവ്, ഒരു ബട്ട്ലറല്ല. അവൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്തിലാന്ന് വെച്ചാൽ നമ്മളിലൊരു രൂപാന്തരം നടക്കണം. അല്ലാതെ നമ്മൾ ഇച്ചിരി കംഫർട്ട് പ്രാപിക്കണം എന്നല്ല, നമ്മളിലൊരു രൂപാന്തരം പ്രാപിക്കണം. അതുപോലെ വേദന വെളിവാക്കുന്നൊരു കാര്യം നമ്മൾ ഏതൊക്കെ വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുമെന്നുള്ളതാണ്. അതായത് പണമാണോ, സ്വാധീനമാണോ, ബന്ധങ്ങളാണോ, ഏതിലാണ് നാം ആശ്രയിക്കുന്നത്? ഈ വിഗ്രഹങ്ങളൊക്കെ എന്ത് നമുക്ക് തരും? തിരുവചനം മുഴുവൻ നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ ജനം പലപ്പോഴും തെറ്റായ ദൈവങ്ങളുടെ പുറകെ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർ കൈകൾ ശൂന്യമായി തകർന്ന് തിരിച്ചു വന്നിട്ടുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ കാണാം. ഏത് സമയത്ത് നാം കാണുന്നത്, ആ സമയത്തും പിതാവാം ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? നാമുമായിട്ടുള്ള ആ ഇൻറ്റിമസി, ആ ദൃഢ സ്നേഹം പുതുക്കിയെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി നമ്മെ വേദനയിൽ നിന്ന് വിടുവിച്ചെടുക്കും. നമ്മുടെ വീക്ക്നെസ്സൊക്കെ ശക്തിയായിട്ട് മാറണം. വീക്ക്നെസ്സൊക്കെ സ്ട്രെങ്തായിട്ട് മാറണം. പൗലോസ് പറയുന്നത് വേദനയൊക്കെ തനിക്കൊരു ഗുരുവായിരുന്നെന്ന്. തോൺ ഇൻ ദ ഫ്ലഷ്, ജഡത്തിലെ ശൂലത്തെക്കുറിച്ച് പൗലോസ് പറയുന്നതിൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാമല്ലോ. അതവനെ എപ്പോഴും
ടോർമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാണെന്നറിയാമോ? താൻ ഹമ്പിളായിട്ട് താഴ്മയോടെ തന്നെ ദൈവസന്നിധിയിലിരിപ്പാൻ. അത് തന്നിൽ നിന്ന് നീക്കണമെന്ന് താൻ ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? കർത്താവ് എന്ത് ഉത്തരമാണ് കൊടുത്തത്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ വന്നപ്പോൾ പൗലോസിൻ്റെ കാഴ്ചപ്പാട് മാറി. തൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെ ഒരു തോൽവിയായിട്ട് കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ പവർ ഇറങ്ങി ആവസിച്ചിട്ട് ആ തകർച്ചയുടെ ഓരോ തകർന്ന ഭാഗങ്ങളിൽ കൂടെ വെളിച്ചം വിളങ്ങി വരുന്നത് താൻ കാണുക. അവൻ വീക്കായിരിക്കുമ്പോൾ അവൻ സ്ട്രോങ് ആയിട്ട് മാറി. കാരണം അവന് മനസ്സിലായി താൻ വഹിക്കുന്ന നിധി എന്താണെന്ന്. അഫ്ലിക്ഷൻ ചിലപ്പോൾ മിനിസ്ട്രിയായി മാറും. പൗലോസിന് മാത്രമല്ല, അനേകർക്ക് പെയിൻ ചിലത് വെളിവാക്കുക മാത്രമല്ല, റിഫൈൻ ചെയ്യും, നമ്മെ എക്യുപ്പ് ചെയ്യും. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതിനാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. നമ്മുടെ ചില അവർ സ്കാർസ് ബിക്കം മിനിസ്ട്രി. നമ്മുടെ ജീവിതത്തിൽ വന്ന ചില മുറിപ്പാടുകളുണ്ടല്ലോ, അത് നമ്മുടെ മിനിസ്ട്രി ആയിട്ട് മാറും. മനസ്സിലും ഉണ്ടല്ലോ കമ്പാഷൻ. അത് ഏറ്റവും നല്ലതായിട്ട് വളരുന്നത് വേദനയുടെ മണ്ണിലാണ്. പക്ഷെങ്കിൽ ഒരിക്കലും കയ്പിൻ്റെ വേര് അവിടെ വരാനിടയായത്. അതുകൊണ്ടാണ് സഫറിങ് എന്ന് പറയുന്നത്, അതിനൊരർത്ഥമുണ്ട്. സ്നേഹത്തിൻ്റെ ആഴമേറിയൊരു ഭാഷ അത് വെളിവാക്കും. പക്ഷെ ആ സമയത്തും കുഞ്ഞെ നീ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, വേദനിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. തന്നെയുമല്ല, മറ്റുള്ളവർക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത ചിലതിനെയൊക്കെ ക്യാരി ചെയ്യത്തക്കൂടെ നാം അവരെ സഹായിക്കുന്നവരായിട്ട് മാറും. ദൈവമക്കളെ, ഈ സോക്കർ കളിക്കുന്നവരെക്കുറിച്ച് ഇങ്ങനെ പറയാനുണ്ട്. ഒരു ഹെഡറിന് വേണ്ടി ആ ബോളയിലങ്ങ് ലീൻ ചെയ്താൽ, ചാരിയാൽ അതിനുള്ള ഇമ്പാക്റ്റ് ലെസ് ഡാമേജിങ് ആയിരിക്കും. അല്ലാതെ അനങ്ങാതെ നിന്നിട്ട് ഒരു ഹിറ്റ് എടുക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് മുൻ പറഞ്ഞതുപോലെ ചെയ്താല. ഞാൻ പറയട്ടെ, സ്പിരിച്വലി ചില കാര്യങ്ങൾ അഫ്ലിക്ഷൻസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസത്തോടെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്തെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അവനിൽ തന്നെ ചാരണം. ഒരു ബ്ലോ നമുക്ക് വന്നാലും അത് നമ്മെ ബ്രേക്ക് ചെയ്യത്തില്ല, അത് നമ്മെ ട്രാൻസ്ഫോം ചെയ്യത്തേ ഉള്ളൂ. തീയിൽ നിൽക്കേണ്ടി വന്നാൽ യേശുവായിട്ട് ചേർന്ന് തീയിൽ നിൽക്ക്. വേദനയിൽ കൂടി നടക്കേണ്ടി വന്നാൽ അതിനും ഒരു പേർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ലോർഡ്, ഇഫ് ഐ ഹാവ് ടു ബി ഹിയർ, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. പാഴായി പോകുവാൻ ഇടയാകരുത്. പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. നമ്മൾ പെയിനെ അവോയ്ഡ് ചെയ്താൽ നാം ഒരിക്കലും ജയാളിയായിട്ട് മാറത്തില്ല. എന്നാൽ നമ്മൾ കോൺഗ്രസ് ആകുന്ന എപ്പോഴാണെന്നറിയാമോ? ജയാളിയാകുന്ന എപ്പോഴാണെന്നറിയാമോ? വേദനയെ നാം ക്രിസ്തുവിനോടുകൂടി ചേർന്ന് നിന്ന് നേരിടുമ്പോഴാണ്. എന്തെല്ലാം ബലഹീനതകളും പേഴ്സിക്യൂഷനും കഷ്ടതകളും വന്നാലും ദൈവസ്നേഹത്തിൽ നാം ഒന്നും വേർതിരിഞ്ഞു പോകരുതേ. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും ഫേഡ് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടേത് ചിലപ്പോൾ നമ്മൾ തണുത്തങ്ങ് ഇരിക്കും. നമ്മൾ ഏത് സീസണിലും ദൈവത്തെ ആരാധിക്കണം. സത്യസന്ധമായി നാം പ്രാർത്ഥിക്കണം. മിറക്കിൾസിന് വേണ്ടി നാം ചോദിക്കണം. അറ്റ് ദ സെയിം ടൈം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ മുള്ളുണ്ടല്ലോ, അത് നീ യൂസ് ചെയ്താട്ടെ ദൈവമേ എന്ന് പറഞ്ഞ് ഹോൾഡ് ഓൺ ചെയ്തേ മക്കളെ, ലീനിൻ ചെയ്തേ മക്കളെ, നാം വളരും. അതുകൊണ്ട് ഒരിക്കലും ഒരു സീസണും വേസ്റ്റാക്കി കളയരുത്. ദൈവം ആഴത്തിൽ അതിനെ പണിതെടുക്കട്ടെ. ദൈവം അതിനെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം ചിലത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കട്ടെ. ഈ സീസണും കുഞ്ഞെ, നീ കടന്നു പോകുന്ന സീസണും ഒരു വേസ്റ്റല്ല.
ഗോഡ് ഈസ് നോട്ട് വേസ്റ്റിംഗ് ദിസ് സീസൺ. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറത്തക്കവണ്ണം, കഷ്ടതയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം, കഷ്ടതയിൽ പഠിച്ചെടുക്കേണ്ടതൊക്കെ പഠിച്ചെടുക്കുവാൻ തക്കവണ്ണം, ബലഹീനതയിൽ തിരിഞ്ഞു വരുന്ന ദൈവശക്തി ആസ്വദിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.